അങ്ങനെ നമ്മുടെ സുഭാഷ് ഏട്ടൻ നികേഷും കൂടി നിധിനെ പോയി ഹോസ്റ്റലിൽ നിന്ന് കൂട്ടിക്കൊണ്ടുപോയി വീട്ടിലേക്ക് വരുന്ന സമയത്ത് നമ്മുടെ നികേഷ് ചോദിക്കുന്നുണ്ട്, ഏട്ടത്തി കുറേ ദിവസം കഴിഞ്ഞിട്ടല്ലേ കയറി വരുന്നത്, അപ്പോൾ നമുക്കൊന്ന് ആരെടുത്ത് എടുത്ത് കയറ്റിയാലോ സുഭാഷ് ഏട്ടാന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് സുഭാഷ് ഏട്ടൻ പറയുന്നുണ്ട്, എവിടെയുള്ള അവിടെ അതിന് പെൺകുട്ടിയോൾ അവളിപ്പോൾ തൽക്കാലം കയറട്ടെ എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ നിധി പറയുന്നുണ്ട്, അതൊന്നും കുഴപ്പമില്ല സുഭാഷ് ഏട്ടൻ, ഞാൻ കയറിക്കോളാം എന്ന് പറഞ്ഞ് കയറുന്നുണ്ട്. നിധി കയറി വരുന്ന സമയത്ത് തന്നെ ആദ്യം നോക്കുന്നത് നമ്മുടെ സുധീഷിനെയാണ്. സുധീഷിനാണെങ്കിൽ അവിടെ കാണാനില്ല. സുധീഷ് എവിടെയെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഞാൻ വന്നത് സുധീഷ് അറിഞ്ഞിട്ടില്ല എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. നമ്മുടെ നിധിയെ ഇല്ല, ഞങ്ങൾ സുധീഷിനോട് പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നുണ്ട് സുഭാഷ് ഏട്ടൻ. അപ്പോൾ എവിടെയെന്ന് ചോദിക്കുന്നുണ്ട്. ആ റൂമിലുണ്ടായിരുന്നു, എന്താ ചെയ്യണമെന്ന് എനിക്കറിയില്ല മോളെ, ആ റൂം കയറിയായിരുന്നു എന്ന് പറയുന്നുണ്ട്. അത് കുഴപ്പമില്ല സുഭാഷ് ഏട്ടൻ, ഞാൻ പോയി നോക്കിക്കോളാം എന്താ ചെയ്യണേ, വേണ്ട ഏട്ടത്തി ഞാൻ പോയി സുധീഷ് ഏട്ടനെ പുറത്തേക്ക് വരാൻ പറയാമെന്ന് പറയുന്നുണ്ട്. നികേഷേ വേണ്ട നികേഷ്, അത് കുഴപ്പമില്ല ഞാൻ പോയി നോക്കാമെന്ന് പറഞ്ഞിട്ട് ഉള്ളിൽ പോകുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ സുധീഷ് ആണെങ്കിൽ ഗംഭീര ഇയർഫോൺ വെച്ചിട്ട് മ്യൂസിക്കൊക്കെ കേട്ടിട്ട് സുഖമായി കിടക്കുന്നുണ്ട് നിധിയുടെ കട്ടുമ്പിൽ കിടക്കുന്ന സമയത്ത് നമ്മുടെ നിധി മെല്ലെ അടുത്ത് പോയി ചെന്നിട്ട് ഹലോ എന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും പെട്ടെന്ന് നമ്മുടെ സുധീഷ് ഞെട്ടിക്കൊണ്ട് നീക്കുന്നുണ്ട്. സുധീഷിൻ്റെ വിചാരം നിധി വരുന്നില്ല, അത് സ്വപ്നമാണെന്ന് വിചാരിച്ച് കണ്ണൊക്കെ ഒന്നും കൂടി തിരുമ്പി നോക്കുന്നുണ്ട്. നിധിനെ കാണുമ്പോൾ നമ്മുടെ സുധീഷാണെങ്കിൽ ആകെ ബോധം കയറുന്നുണ്ട്. ബോധം കയറുന്ന സമയത്ത് ഞാൻ വന്നു എന്ന് പറഞ്ഞിട്ട് അപ്പോഴേക്കും സുഭാഷ് ഏട്ടൻ ഓടി വരുന്നുണ്ട്. എന്താടാ പറ്റിയെന്ന് ചോദിക്കുന്നുണ്ട് നമ്മുടെ സുധീഷിൻ്റെ. ഒന്നുമില്ല സുഭാഷ് ഏട്ടൻ, ആകെപ്പാടെ ഒരു തല കറങ്ങിയതാണെന്ന് പറയുമ്പോൾ എന്തായാലും അവൾ തിരിച്ചെത്തി, നീ ഒന്ന് പുറത്തേക്ക് പോരുമോ എന്ന് പറയുന്നുണ്ട്. ഞാൻ പോകുന്ന ആളാമേ, എനിക്ക് അറിഞ്ഞില്ല മാഡം തിരിച്ചെത്തിയത് എന്ന് പറഞ്ഞിട്ട് എന്തായാലും നമ്മുടെ സുധീഷ് പുറത്തേക്ക് വരുന്നുണ്ട്. പുറത്തേക്ക് വരുന്ന സമയത്ത് നമ്മുടെ നികേഷ് പറഞ്ഞു, ഇനിയിപ്പോൾ ഞാൻ പേടിച്ചു ഏടത്തി, ഇത് നീ അറിഞ്ഞിട്ട് തെറ്റിപ്പോന്നൊക്കെ വിചാരിച്ച് പേടിച്ചു എന്ന് പറയുന്നുണ്ട്. എന്തായാലും നിധിക്കാണെങ്കിൽ വലിയ ആശ്വാസം അവളുടെ റൂമിലേക്ക് തിരിച്ചെത്തിയപ്പോൾ. അവളങ്ങനെ റൂമൊക്കെ ഒന്നും കൂടി ചുറ്റിക്കറിഞ്ഞിട്ട് മനസ്സൊക്കെ ഇങ്ങനെ തണുത്ത പോലെ ഇരിക്കുന്നുണ്ട്. എന്തായാലും വൈകുന്നേരം ആകുമ്പോൾ നമ്മുടെ സുഭാഷ് ഏട്ടൻ നല്ല അടിപൊളി ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ചിക്കനൊക്കെ ഉണ്ടാക്കി, ചിക്കൻ ഫ്രൈ ഒക്കെ ഉണ്ടാക്കിയിട്ട് നമ്മുടെ നിധിക്ക് ഭക്ഷണമൊക്കെ കൊടുക്കുന്നുണ്ട്. നിധി പറയുന്നുണ്ട്, എൻ്റെ സുഭാഷ് ഏട്ടൻ എത്ര ദിവസമായി ഇങ്ങനത്തെ ടേസ്റ്റായിട്ട് ഭക്ഷണം കഴിച്ചിട്ട് എൻ്റെ നാവൊക്കെ ചത്തു പോയിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. സുഭാഷ് ഏട്ടൻ ആകെ സന്തോഷത്തോടെ എല്ലാവരും ചിരിക്കുന്നുണ്ട്. നമ്മുടെ ഭാസ്കരനും വന്നിരുന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട്. ഭാസ്കരൻ ഓരോ തമാശ പറയുമ്പോൾ നമ്മുടെ നിധി ചിരിക്കുന്നുണ്ട്, എല്ലാവരും പൊട്ടിച്ചിരിക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ സുഭാഷ് ഏട്ടൻ പറയുന്നുണ്ട്, മോളെ ഇപ്പോഴാണ് ഇതൊരു വീടായി, എത്ര ദിവസം ഇതൊരു മരണ വീട് പോലെ ആയിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഭാസ്കരൻ കളിയാക്കിയിട്ട് പറയുന്നുണ്ട്, ഇരുട്ടായിരുന്നു, ഇപ്പോഴാണ് 100 വാട്ട്സ് ബൾബ് ഇട്ട പോലെ പ്രകാശമാവണത് എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് എല്ലാവരും പൊട്ടിച്ചിരിക്കണമൊക്കെ ഉണ്ട്. എന്തായാലും പിറ്റേ ദിവസം രാവിലെ നമ്മുടെ സുധീഷ് കുറേ പച്ചക്കറിയൊക്കെ ആയിട്ട് വരുന്ന സമയത്ത് ഞാൻ പറയുന്നത്, ഞങ്ങൾക്ക് കുറേ ദൂരം പോയിട്ടാണ് ഏട്ടാ വാങ്ങിയിട്ട് വന്നതെന്ന് പറയുന്നത്. അപ്പം നിധി പറയുന്നത്, നിങ്ങൾക്ക് വേണ്ടി മാത്രമല്ലല്ലോ എല്ലാവർക്കും ഭക്ഷണം കഴിക്കാൻ, അത് ഇപ്പോൾ അത്ര പറയാനുണ്ടോ എന്നൊക്കെ പറയുന്നുണ്ട്. ഏതായാലും സുഭാഷ് ഏട്ടൻ അത് വാങ്ങിക്കൊണ്ടേ ഭക്ഷണമൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മുടെ സുധീഷ് പറയുന്നുണ്ട്, എനിക്കറിയായിരുന്നു നിധി എന്തായാലും തിരിച്ചു വരും, എനിക്കത് ഉറപ്പുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ആ സമയത്ത് നികേഷ് പറയുന്നുണ്ട്, ഏടത്തി എനിക്ക് വേണ്ടിയിട്ടാണ് വന്ന്, എൻ്റെ പനി മാറട്ടെ, എൻ്റെ സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് തിരിച്ചു വന്നത് പറയുമ്പോൾ, അതൊന്നല്ലടാ, അവൾ എത്ര പ്രശ്നം ഉണ്ടായാലും ആ താലി ഊരിയില്ലല്ലോ, അതാണ് താലിയുടെ മഹാത്മ്യം, എന്ത് പറഞ്ഞാലും അവൾക്ക് ആ താലി വലുതാണെന്ന് പറഞ്ഞിട്ട്. അപ്പോഴേക്കും അവൾക്ക് ദേഷ്യം വന്നിട്ട് വേഗം എണീറ്റ് സുധീഷിൻ്റെ അടുത്ത് വന്നിട്ട് ആ താലി ഊരിയിട്ട് സുധീഷിൻ്റെ കയ്യിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. സുധീഷ് ആകെ ഞെട്ടി അതിൽ നിൽക്കേണ്ട അയ്യത്തടാന്ന്. അപ്പോൾ സുഭാഷ് ഏട്ടൻ മനസ്സുകൊണ്ട് വിചാരിക്കും, വല്ല ആവശ്യമുണ്ടോ, അപ്പോൾ അവന് മുണ്ടാതിരുന്നാൽ പോരെ, അപ്പോൾ ഇത് പറയേണ്ട എന്തെങ്കിലും ആവശ്യം ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും നമ്മുടെ സുധീഷിനാണെങ്കിൽ വല്ലാത്ത വിഷമാവുന്നുണ്ട്. പിന്നെ കാണിക്കണത് നമ്മുടെ നിധി ജോലി കഴിഞ്ഞ് വരുന്ന സമയത്ത് നമ്മുടെ സുധീഷ് ഇങ്ങനെ ബാക്കിൽ പോകുന്നുണ്ട്. സുധീഷ് ബാക്കിൽ പോകുന്ന സമയത്ത് നിധി പറയുന്നുണ്ട്, ഞാൻ നിങ്ങളെ കാണാൻ വേണ്ടിയിരിക്കുകയായിരുന്നു, എന്തായാലും നിങ്ങൾ എൻ്റെ കണ്ണു മുന്നിൽ പെട്ടില്ലേ, എനിക്ക് നിങ്ങളോട് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാണ്ട് എന്ന് പറയുന്നത്. നമ്മുടെ സുധീഷ് വിചാരിക്കുന്നുണ്ട്, തിരിച്ച് അവൾക്ക് താലി വേണമെന്ന് പറയാനായിരിക്കും സമാധാനം എന്ന് പറയും. അതിനെന്താ നിധി വായോ, നമുക്ക് എവിടെ വേണമെങ്കിലും ഇരുന്ന് സംസാരിക്കാൻ പറയുന്നുണ്ട്. എന്തായാലും നിധി കൊണ്ടുപോകുന്നുണ്ട്, ഒരു റെസ്റ്റോറൻറ്റിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. അവിടെ വെച്ചിട്ട് നമ്മൾ ജ്യൂസൊക്കെ കുടിക്കുന്ന സമയത്ത് നമ്മുടെ നിധി സുധീഷിനോട് പറയുന്നുണ്ട്, നമ്മൾ തമ്മിൽ ഒരു ബന്ധമില്ലല്ലോ, നിങ്ങൾ ഈ താലിയുടെ അധികാരം പറഞ്ഞിട്ടല്ല എൻ്റെ റൂമിലേക്കൊക്കെ കയറി വരുന്നത്, അതുകൊണ്ട് നമുക്ക് എത്രയും പെട്ടെന്ന് ഡൈവേഴ്സ് ആവാമെന്ന് പറഞ്ഞിട്ട്. ഇത് കേൾക്കുമ്പോൾ നമ്മുടെ സുധീഷാണെങ്കിൽ ആകെ ഞെട്ടിക്കൊണ്ട് നിൽക്കുന്നത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കുന്നത്. ഇതുപോലുള്ള പ്രൊമോ വിശേഷങ്ങൾ നിങ്ങളുടെ മുന്നിൽ എളുപ്പത്തിലെത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ.